ഇന്തോനേഷ്യയിലെ ജാവക്കാരുടെ ഏറ്റവും വലിയൊരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. നാളെ മുഹറം 1 മുഹറം 1 രാത്രിയിൽ അഥവാ അർദ്ധരാത്രി 12 മണിക്ക് തുടങ്ങുന്ന ഒരു മനോഹരമായ റാലി കൊണ്ട് തുടങ്ങിയിട്ട് മുഹറം 10 വരെ നീണ്ടു നിൽക്കുന്ന ഇവരുടെ അച്ചാറ താഹുൻ ബാറു എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഭാഗമാവാൻ വേണ്ടി വന്നതാണ്. അതിമനോഹരമായ കൾച്ചറാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ട അവരൊക്കെ അവരുടെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള വേറുകളൊക്കെ ധരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇനി 12 മണിക്ക് ഇവിടെ ഈ കൊട്ടാരത്തിന് ചുറ്റും ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം പണ്ടത്തെ മാതാറാം രാജവംശം ഭരിച്ചിരുന്ന അവരുടെ കൊട്ടാരമാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിന് പുറം മുഴുവനായിട്ട് വലയം ചെയ്ത് പിന്നെ ഇന്റേണൽ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതിനുശേഷം പിന്നെ അവർ മെയിൻ റോഡുകളിലൂടെ സഞ്ചരിക്കും. പിന്നെ മുഹറം 10 ഭക്ഷണം വിതരണം ചെയ്യുന്ന അഥവാ അന്നത്തെ രാജാക്കന്മാർ മാതാറാം രാജവംശം മുസ്ലിം രാജവംശമാണ്. അവരുടെ ആ ഒരു കൾച്ചറിനെ അതുപോലെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈ ഇതിന്റെ ബാക്കി ആഘോഷങ്ങളുടെ കാഴ്ചകൾ കാണാം. കാബെ ബൂലെ അല്ലെങ്കിൽ ക്യായ് സലാമത്ത് എന്നറിയപ്പെടുന്ന ലോകത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടുള്ള ഈ വെള്ള പോത്തുകളെ മുമ്പിൽ നടത്തിയിട്ടാണ് അവരുടെ യാത്ര ആരംഭിക്കുന്നത്. ഈ വെള്ളപ്പോത്തുകൾക്ക് പുറമെ അവർ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രാജകൊട്ടാരത്തിലെ ചില പ്രത്യേക വസ്തുക്കൾ എല്ലാം വഹിച്ചുകൊണ്ടൊരു മനോഹരമായ യാത്രയാണ്. അതിനൊക്കെ പുറമെ ഈ റാലിയിൽ പങ്കെടുക്കുന്ന ഏകദേശം 5000-ഓളം ആളുകൾ ഈ ഇന്തോനേഷ്യയുടെ ജാവ ദ്വീപിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് 600-700 കിലോമീറ്ററുകൾ താണ്ടി വരുന്നവരാണ്. സുരകാർത്തയിലുള്ള അല്ലെങ്കിൽ മധ്യ ജാവയിലുള്ളവർ മാത്രമല്ല, അവരെല്ലാവരും അവരുടെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ബത്തീക്ക് ധരിച്ചിട്ടുണ്ടായിരിക്കും. കഴിയുന്നവരൊക്കെ ആ ഒരു തൊപ്പിയും ധരിച്ചിട്ടുണ്ടായിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. കെരാത്തോൺ കൊട്ടാരത്തിന്റെ മുമ്പാകത്ത് എല്ലാ ലൈറ്റുകളും അണച്ച ശേഷം അവരുടെ പ്രത്യേക മുളവടിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു ദീപം മാത്രം തെളിയിച്ചുകൊണ്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. രാജകുടുംബാംഗങ്ങൾ, ആ നാട്ടിലെ കാരണവർ, പിന്നെ മുതിർന്നവർ, കുട്ടികൾ, അങ്ങനെ തുടങ്ങിയിട്ട് റാലി ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ വല്ലാത്തൊരു മനോഹാരിതയാണ്. വാദ്യോപകരണങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ലാതെ ഒരു വർഷത്തേക്കുള്ള പ്രാർത്ഥനയായിട്ട് നഗ്നപാതരായിട്ടാണ് ഈ ആളുകളെല്ലാം നടക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. 300ഓളം വർഷങ്ങളായി തുടരുന്ന ഈ പാരമ്പര്യം കാലം ഇത്ര പുരോഗമിച്ചിട്ടും അവർ അതുപോലെ അണുമണി തൂക്കമില്ലാതെ പിന്തുടരുന്നു എന്നത് അവരുടെ പൈതൃകത്തോടും സംസ്കാരത്തോടുമുള്ള അതിയായ അഭിനിവേശത്തിന്റെ അടയാളമാണ്. കഴിയുമെങ്കിൽ മുഹറം 10 പരിപാടിയിൽ വീണ്ടും കാണാം.